നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. കളത്തിലെയും പുറത്തെയും വിവാദങ്ങൾക്കിടെ ഏഷ്യ കപ്പിൽ വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം വരികയാണ്. അതും ഫൈനലിലാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. ടാക്ടിക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കൊപ്പം അനൂപ് ഷൺമുഖൻ, ഒപ്പം തന്നെ MSK ഉണ്ട്. അനുവേട്ടാ, അപ്പോൾ 14 എഡിഷൻ, 41 വർഷം, ഇത്രയും നീണ്ട ഒരു കാലയളവിൽ ഇതാദ്യമായിട്ടാണ് ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും വരുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ അത് ഇത്രയും വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കാരണം നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ എല്ലായ്പ്പോഴും മത്സരിക്കുമ്പോഴും വിവാദങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവാറുണ്ട്, പല വിവാദപരമായ പ്രസ്താവനകൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് കളത്തിൽ താരങ്ങൾ നേർക്കുനേർ വിവാദങ്ങളിൽ ഏർപ്പെടുന്ന സാധനങ്ങൾ മുൻപ് കേട്ടുകേൾവിയില്ലാത്തതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏഷ്യ കപ്പ് ഫൈനൽ വരികയാണ്. എന്താണ് സാധ്യതകൾ, പ്രവചനങ്ങൾ? ജയേഷിനോട് MSK എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നുണ്ടോ ഈ മത്സരത്തിൽ? എന്നെ സംബന്ധിച്ചില്ല. ഒരു ഇന്ത്യ പാക് മത്സരം നടക്കുന്ന സമയത്തുണ്ടാകുന്ന യാതൊരുവിധ ആവേശവും എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്ന് അറിയാൻ ഒരു ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളൊരു ചിന്ത പോലും മനസ്സിൽ വരുന്നില്ല. ഇത്രയും കാലം ഇന്ത്യ പാക് മത്സരങ്ങൾ കണ്ടിട്ടും ഇത് ആദ്യത്തെ അനുഭവമാണ് അങ്ങനെ ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ ടൂർണമെൻറ്റ് തന്നെ അതിന് ഉത്തരം നൽകി കഴിഞ്ഞു. തുല്യ ശക്തികളുടേതല്ല ഈ മത്സരം എന്ന് പോലും ഇന്ത്യൻ ക്യാപ്റ്റൻ മുഖമടച്ച് പ്രഹരിക്കുന്ന തരത്തിൽ പറയുന്നു എതിർ ടീമിനെ പറ്റിയിട്ട്. ആ ഒരു സാഹചര്യമാണ് അവിടെ നിൽക്കുന്നത്. അതിലാകെ എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന ഒരു ഘടകം ഇപ്പോൾ ജയേഷ് പറഞ്ഞത് മാത്രമാണ്. ഇത്രയും കാലത്തിനിടയിൽ ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ആദ്യമായൊരു ഫൈനലിൽ ഏറ്റുമുട്ടുന്നു. അവിടെ ആര് വിജയിക്കുമെന്നുള്ളതാണ് സത്യം. ഇനി ഫൈനലിലേക്ക് വരികയാണെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ടീമിനെയും എഴുതി തള്ളരുത് മത്സരത്തിന് മുമ്പ് എന്ന അഭിപ്രായം കാരണമാണ് ഞാൻ. കാരണം അവസാന പന്തെറിയും വരെ ക്രിക്കറ്റ് മത്സരം അവസാനിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഏത് സമയത്തും ഏത് ഘട്ടത്തിലും പാകിസ്ഥാൻ എന്നൊരു ടീമിൻ്റെ തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ മത്സരത്തിൻ്റെ പോലെ ആയിരുന്നില്ല രണ്ടാമത്തെ തവണ സൂപ്പർ 4 ഏറ്റുമുട്ടുന്ന മത്സരം എന്ന് പറയുന്നത്. രണ്ടാമത് ഈ സൂചിപ്പിച്ച വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് ഒരു വാശിയും വൈരാഗ്യവും അവരുടെ കളിക്കാരുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിഞ്ഞു. ഒരു താരതമ്യേന ഭേദപ്പെട്ട സ്കോറിലേക്ക് അവരെത്തുന്നുണ്ടായിരുന്നു. അത് പക്ഷേ അനായാസം ഇന്ത്യ മറികടന്നു എന്നുള്ളത് വേറൊരു വസ്തുത. എങ്കിൽ പോലും ഒരു പോരാട്ട വീര്യം രണ്ടാമത്തെ മത്സരത്തിൽ പാകിസ്ഥാൻ കാണിക്കുന്നുണ്ട്. ഫൈനലിലേക്ക് വരുമ്പോൾ അത് ഒന്നുകൂടി തീവ്രമാകാനാണ് സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് സൽമാൻ ആഗ എന്ന അവരുടെ ക്യാപ്റ്റൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ എക്സൈറ്റഡ് ആണ്, അദ്ദേഹം എക്സൈറ്റഡ് ആണ്, പാകിസ്ഥാൻ എക്സൈറ്റഡ് ആണ്, ഞങ്ങൾ മെച്ചപ്പെടുകയാണ്, ഫൈനലിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ നേരിടാൻ തക്ക ശക്തിയായി ഞങ്ങൾ മാറിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു ഭാഗത്ത് കോൺഫിഡൻസ് വർദ്ധിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ഇനി മത്സരത്തിലേക്ക് വരികയാണ്, തീർച്ചയായിട്ടും ഫൈനലിൽ നമ്മളൊരു ഘട്ടത്തിലും ഒരു കാരണവശാലും ഈ ഫൈനലിൽ എഴുതി തള്ളരുത്. കാരണം പാകിസ്ഥാനാണ്, പുതിയൊരു നിരയാണ്, എങ്കിൽ പോലും അവർക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് ഫൈനൽ തീവ്രമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീവ്രമാകണം, എങ്കിൽ മാത്രമേ ഈ മത്സരം കൊണ്ട് കാണുന്നവർക്ക് പോലും കാര്യമുള്ളൂ എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് പറയാനുള്ളത്. അനുപേട്ടൻ്റെ ഒരു പോയിന്റ് എടുത്ത് തന്നെ ഞാൻ MSKയോട് ചോദിക്കാം. പാകിസ്ഥാനാണ് എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. കാരണം അപ്രവചനീയതയാണ് എല്ലാ കാലത്തും പാകിസ്ഥാൻ്റെ ഒരു പ്രത്യേകത. ഏത് ടീമിനോടും തോൽക്കും, ഏത് ടീമിനെയും തോൽപ്പിക്കും. MSKയുടെ ഒരു പ്രതീക്ഷകൾ എങ്ങനെയാണ് ഫൈനൽ? അനൂപ് പറഞ്ഞതിൽ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. കാരണം പാകിസ്ഥാൻ ടീം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചരിത്രമാണ് അവർക്കുള്ളത്. ഇപ്പം 92 വേൾഡ് കപ്പ്, ഏകദിന വേൾഡ് കപ്പ് എന്ന് പറയുമ്പം പാകിസ്ഥാൻ അത്രത്തോളം കിരീട ഫേവറേറ്റ് ആയിരുന്നില്ല. ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടൊക്കെ ആയിരുന്നു. പക്ഷേ അവരന്ന് ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിൽ കപ്പ് അടിച്ചു. ഇതേപോലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നത് ചാമ്പ്യൻസ് ട്രോഫി ആണ് 2017. അന്ന് ഇതേപോലെ ഫക്കർ സമാൻ സെഞ്ചുറി അടിച്ചുകൊണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചൊരു ചരിത്രമുണ്ട്. പിന്നെയുള്ളത് പ്രധാനപ്പെട്ട കാര്യം, ഈ സൂപ്പർ 4 പോരാട്ടത്തിന് മുമ്പ് വരെ നമ്മൾ തന്നെ ഇങ്ങനെ വിശകലനം ചെയ്തപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യക്ക് എതിരാളികളെ ഇല്ല എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 2 മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ, പാകിസ്ഥാൻ്റെ കഴിഞ്ഞ 2 മത്സരങ്ങൾ എടുത്തു നോക്കുമ്പോൾ, ഇന്ത്യക്കെതിരെയുള്ള മത്സരം നോക്കുമ്പോൾ തന്നെ അവരൊരു അഭിഷേക് ശർമ്മ ഔട്ടായതിനു ശേഷം അവർ മത്സരത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അവർ 18.5 ഓവർ വരെ ഇന്ത്യയുടെ വിജയത്തെ അവിടെ പ്രതിരോധിച്ച് നിന്നിട്ടുണ്ട്. അതായത് വളരെ പെട്ടെന്നൊരു 15 ഓവറിൽ കളി ഇന്ത്യ ഫിനിഷ് ചെയ്യുമെന്ന ഘട്ടത്തിൽ നിന്നും അവസാന ഓവറിൻ്റെ തൊട്ടടുത്ത് വരെ അവർ എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മത്സരം നോക്കുമ്പോൾ അവർ ബംഗ്ലാദേശിന് ശരിക്കും 136 റൺസാണ് അവരെടുത്തത്. എന്നിട്ട് പോലും ബംഗ്ലാദേശിന് 123 റൺസിൽ അവർക്ക് പിടിക്കാൻ സാധിച്ചു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്നുള്ളത് അഭിഷേക് ശർമ്മ എന്ന ഓപ്പണറുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ്. അതായത് അദ്ദേഹം എല്ലാ മത്സരത്തിലും ഒരു 200 സ്ട്രൈക്ക് റേറ്റിൽ റൺസ് നേടുന്നു, കഴിഞ്ഞ മത്സരത്തിൽ അടക്കം നേടുന്നു. അഭിഷേക് ശർമ്മ ഔട്ടായാൽ എന്ത് ചെയ്യും എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഫൈനലിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതുപോലെ ഇന്ത്യയുടെ മറ്റ് ബാറ്റർമാരൊക്കെയും ഫോം ഔട്ടാണ്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഫോം ഔട്ടാണ്, തിലക് വർമ്മ ഫോം ഔട്ടാണ്, ശുഭ്മാൻ ഗിൽ ആകെ ഒരു മത്സരത്തിൽ മാത്രമാണ് മികച്ച രീതിയിൽ കളിച്ചത്. സഞ്ജു സാംസൺ ഒരു മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് നേടി. അതെ, തൊട്ടടുത്ത മത്സരത്തിൽ സ്ട്രഗിൾ ചെയ്തു. സഞ്ജുവിനെ എടുക്കാത്തതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പം ഇന്ത്യയുടെ ബാറ്റർമാർ ആക്ച്വലി ഫോം ഔട്ടാണ്. അഭിഷേക് ശർമ്മ എന്ന
ഒരു ശരിക്കും ഇന്ത്യ നേടിയ റൺസിൽ ഒരു 75% അഭിഷേക് ശർമ്മയാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ അഭിഷേക് ശർമ്മയെ ഫസ്റ്റ് തന്നെ പാകിസ്ഥാന് പുറത്താക്കാൻ സാധിച്ചാൽ അത് പാകിസ്ഥാൻ ഒരു അഡ്വാൻറ്റേജ് ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ബോളർമാർ മികച്ച രീതിയിൽ പന്തറിയുന്നുണ്ട്. സൈം അയ്യൂബൊക്കെ 4 ഡക്കൊക്കെ എടുത്ത് നമ്മളൊക്കെ ട്രോൾ ചെയ്യാണ്. കാരണം ഒരു ഏഷ്യ കപ്പിൽ ഈ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ ഡക്ക് എടുക്കുന്ന ഒരു താരമായി അദ്ദേഹം മാറുന്നു. ഉംറ 6 സിക്സ് അടിക്കുന്ന അദ്ദേഹമല്ല പറഞ്ഞത്, മറ്റൊരു കളിക്കാരനാണ് പറഞ്ഞത്. അപ്പം പക്ഷേ ഭാരം പുള്ളിക്കുണ്ട് അത്രയും എന്താ പറയുക 6 അടിക്കണം എന്നുള്ളത്. പക്ഷേ ഈ ബുംറയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ബുംറയെ ഏറ്റവും മികച്ച രീതിയിൽ ഈ ടൂർണമെന്റിൽ കൈകാര്യം ചെയ്തതും പാക് ബാറ്റർമാരാണ്. അവരുടെ ഓപ്പണർ ഫർഹാൻ ബുംറയ്ക്കെതിരെ 2 സിക്സർ അടിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം പാകിസ്ഥാൻ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിൽ അവസാന 2 മത്സരങ്ങളിൽ അവരുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, ഷൈൻ അഫ്രീദി ഒട്ടും ഫോമില്ല എന്ന് പറഞ്ഞ താരമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 മത്സരങ്ങളിലും അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു. ഹാരിസ് റൌഫ് ഒരു വർദ്ധിത വീര്യത്തോടു കൂടിയാണ് എറിയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ തുടങ്ങി വെക്കുന്നതും ഹാരിസ് റൌഫാണ്. ആക്ച്വലി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യ ജയിക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ. ഒരു 70% ഇന്ത്യ തന്നെ ജയിക്കും. പക്ഷേ കഴിഞ്ഞ 2 മത്സരങ്ങൾ എടുത്ത് നോക്കുമ്പോൾ പാകിസ്ഥാൻ നല്ലൊരു ഫൈറ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 2 മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഡൗൺ ആകുകയാണ്. ഇന്ത്യയുടെ പെർഫോമൻസ് ഏറ്റവും ടോപ്പിൽ നിന്ന് സാധാരണ അപ്പ് ചെയ്യുന്നതിന് പകരം ഇന്ത്യ ഡൗൺ ആയി മാറുകയാണ്. കഴിഞ്ഞ 2 മത്സരത്തിൽ മാത്രം ഇന്ത്യ 9 ക്യാച്ചുകളാണ് കൈവിട്ടത്. ഈ ടൂർണമെന്റിലുടനീളം 12 ക്യാച്ചുകൾ വിട്ടു. അതിൽ 9 കഴിഞ്ഞ 2 മത്സരങ്ങളിൽ മാത്രം. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ ഒരുപാട് ഈസി ക്യാച്ചുകൾ ഇന്ത്യൻ താരങ്ങൾ വിടുന്നുണ്ടായിരുന്നു. വേറെ പ്രത്യേകത, ഇന്ത്യയുടെ ഫീൽഡിംഗ് മികവിന് ഫീൽഡിംഗ് കോച്ച് ടി ദിലീപ് മെഡൽ നൽകുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനേ ഇല്ല. അതായത് ക്യാച്ചസ് വിൻ മാച്ചസ് ക്രിക്കറ്റിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചൊല്ലാണത്. ക്യാച്ച് എടുത്തു കഴിഞ്ഞാൽ ജയിക്കും. അത് കഴിഞ്ഞ 2020 ലോകകപ്പിന്റെ ഫൈനലിൽ പോലും നമ്മൾ കണ്ടു ഒരു ക്യാച്ച് കിരീടം നേടി തന്ന കാഴ്ച. ഇവിടെ എന്തുകൊണ്ട് ഇന്ത്യ ജയിക്കുന്നു എന്നുള്ളതിന് ഒരു കാരണം മറ്റുള്ളവർ അത്രമാത്രം അശക്തരായതുകൊണ്ട് മാത്രം എന്നുള്ളതാണ് ഉത്തരം. അതല്ലാതെ ഈ ഘട്ടത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെ ക്യാച്ചുകളായിരുന്ന ഒരു ടീം ജയിക്കേണ്ടതില്ല ഈ ഒരു മത്സരവും. അതാണ് സംഭവിക്കുന്നത്. നേരെ മറിച്ച് ഒരു താരം മാത്രം, നേരത്തെ സൂചിപ്പിച്ച പോലെ അഭിഷേക് ശർമ്മ മാത്രം കളിക്കുന്ന ഒരു കളി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ടീമിനെ എന്തുമാത്രം പൊളിച്ചെഴുത്താണ് ഈ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കൺസിസ്റ്റൻസി അവരുടെ ബാറ്റിംഗ് ലൈനപ്പിൽ പരീക്ഷണങ്ങൾ. ഒമാനെതിരെ ഒരു സാധ്യത തുറന്നിട്ടു മറ്റു താരങ്ങൾക്ക് വേണ്ടി. പക്ഷേ അതല്ല വലിയ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ. ഇന്നിപ്പോൾ ശ്രീലങ്കയ്ക്കെതിരെ മത്സരമുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം നടത്തുമെന്നുള്ളതല്ല, ഒരുപാട് പരീക്ഷണം നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം സൂര്യകുമാർ യാദവ് നൽകുന്നുമില്ല. അത് തിലക് വർമ്മയുടെ കാര്യം പറയുന്നു, മറ്റു കാര്യങ്ങൾ പറയുന്നു, ഓരോ കാര്യങ്ങൾ. പക്ഷേ എപ്പോഴും ലെഫ്റ്റ് കോമ്പിനേഷൻ്റെ കഥയും പറഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് താരങ്ങളെ നീക്കി വെക്കുന്ന ഒരു കാര്യമുണ്ട്. മാത്രമല്ല ഈ നമ്മളിപ്പോൾ ഇന്ത്യ ജയിക്കും എന്നുള്ള ഓപ്ഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അതായത് ഇന്ത്യ അത്രയും മികച്ച ഫോമിലാണ് കളിക്കുന്നത്. ഇന്ത്യ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ഇന്ത്യക്ക് ശക്തമായ എതിരാളികളില്ല എന്നുള്ളൊരു വേർഷനിലുള്ളത്. നമ്മളിപ്പോൾ ഈ റോഷാക്ക് സിനിമയിൽ മമ്മൂട്ടി പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അതായത് ജീവിതത്തിലെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പം നമുക്കൊരു പേടി ഉണ്ടാകുന്നൊരു സാധ്യതയുണ്ട്. അപ്പം അതേപോലത്തെ ഒരു സംഭവമാണ്. കാരണം ഇന്ത്യ എല്ലാ മത്സരങ്ങളും ജയിച്ച് ഏതാണ്ട് ഫൈനലിലേക്ക് എത്തുന്നു. എന്നിട്ടും ഫൈനലിൽ എന്ത് സംഭവിക്കുന്നുള്ളൊരു ആദ്യം നമ്മുടെ മനസ്സിലുണ്ട്. അതിനുള്ളൊരു പ്രധാന കാരണം ഇപ്പം അനൂപ് പറഞ്ഞ സംഭവമാണ്. അതായത് പരീക്ഷണങ്ങൾ നടത്തി ലാസ്റ്റ് കുട്ടി ഇല്ലാതാവുന്ന ഒരവസ്ഥയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഈ ക്രിക്കറ്റിൽ വേറൊരു ചൊല്ലുകൂടിയുണ്ട്, ഒരു തിയറി കൂടിയുണ്ട്, ലോ ഓഫ് ആവറേജസ് എന്ന് പറഞ്ഞാൽ. അത് ജയിച്ചുകൊണ്ടിരിക്കുന്ന ടീം ഒരു ഘട്ടത്തിൽ പരാജയപ്പെടും. അവിടെ നിന്ന് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. അത് ഈ പറഞ്ഞതിന് പ്രധാന കാരണം ഇത് തന്നെയായിരിക്കും. ആത്മവിശ്വാസം കൂടിപ്പോകും. ഇനി ഒരു തോൽവി വരാൻ ഇല്ല എന്ന തരത്തിൽ ഓരോരുത്തരും ആത്മവിശ്വാസം കൂടുമ്പോഴുള്ള സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. രണ്ടാമത്തെ കാര്യം ഫൈനലിലേക്ക് വരുമ്പോഴെന്ന് പറയുമ്പോൾ ഫൈനലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിച്ചിട്ടുള്ള ഫൈനലുകളിൽ ഒരു നേരിയ മുൻതൂക്കം അവകാശപ്പെടാനുള്ളത് പാകിസ്ഥാന് തന്നെയാണ്. ചരിത്രത്തെ കൂട്ടുപിടിച്ച് പറയുകയല്ല എങ്കിൽ പോലും കണക്കുകൾക്കും കാര്യങ്ങൾക്കുമൊക്കെ ഒരു പുതിയ മത്സരത്തിൽ അതിന് മുൻപുള്ള കണക്കുകളിൽ യാതൊരുവിധ കാര്യമില്ല. ആ മത്സരം പുതിയതാണ്, പുതിയ കളിക്കാരാണ്, പുതിയ സാഹചര്യങ്ങളായിരിക്കും, കണ്ടീഷൻസും ഒക്കെ വ്യത്യാസമാണ്. എങ്കിൽ പോലും ഇത് ചരിത്രം നൽകുന്ന ഒരു ഉത്തേജനം എന്ന് പറയുന്നത് വേറൊന്നാണ്. ICCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ടൂർണമെൻറ്റുകൾ ഫൈനലുകൾ എടുക്കുകയാണ്. അതായത് കണക്കെടുക്കുകയാണെങ്കിൽ 5-ൽ കൂടുതൽ രാജ്യങ്ങൾ മത്സരിച്ച, അതായത് വലിയ ടൂർണമെൻറ്റുകൾ, ലോകകപ്പ് പോലെയുള്ള ടൂർണമെൻറ്റുകളിൽ 3-2 പാകിസ്ഥാനാണ് മുന്നിൽ നിൽക്കുന്നത്. അതായത് ഏറ്റവും ഒടുവിൽ പോലും ഒരു ഫൈനൽ വന്നപ്പോൾ ജയിച്ചത് പാകിസ്ഥാനാണ്. അത് നേരത്തെ പറഞ്ഞ ഫക്കർ സമാൻ്റെ സെഞ്ചുറിയുടെ പുറത്ത് വിരാട് കോഹ്ലിക്ക് അർഹതപ്പെട്ട ICC ചാമ്പ്യൻസ് ട്രോഫി, നായകനായിട്ട് ഒരു കിരീടം എന്നുള്ള വിരാട് കോഹ്ലിയുടെ സ്വപ്നം അവസാനിപ്പിച്ച ടൂർണമെൻറ്റ്, ആ ഫൈനലിൽ നടന്നിട്ടിപ്പോൾ 8 വർഷത്തോളം ആകുന്നുണ്ട്. 2017 ICC ട്രോഫി ഫൈനൽ എന്ന് പറയുന്നത് അതാണ്. അവിടെ സംഭവിച്ചത് ആ ടൂർണമെൻറ്റിൽ ഇന്ത്യ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെ, ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ സംഭവിച്ചത് മറ്റൊന്നാണ്. 337 റൺസോളം അടിക്കുകയും മറുഭാഗത്ത് അതുവരെ ഉജ്ജ്വല ഫോമിൽ നിന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിര അപ്പാട് തകർന്നു പോവുകയും ചെയ്യുന്ന ഒരു ഫൈനലായിരുന്നു. അന്നുണ്ടായിട്ടുള്ള ആ ഒരു ഫൈനൽ പോരാട്ട വീര്യം പോലും ഇന്നത്തെ മത്സരങ്ങളിൽ ഇരു ടീമുകളും വരുമ്പോൾ കാണുന്നില്ല. എങ്കിൽ പോലും ആ കണക്കുകൾ, അതായത് മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം ഫൈനലിൽ പാകിസ്ഥാൻ താരങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
അതൊരു വെല്ലുവിളി തന്നെയായിരിക്കും ഈ ഫൈനൽ. ഉറപ്പായിട്ടും. ഇപ്പോൾ ഈ പുറത്തെ വിവാദങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന ആദ്യത്തെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, ഇന്ത്യ പാകിസ്ഥാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ ടൂർണമെൻ്റ് ആയിരുന്നു. ഇന്ത്യയിൽ നടക്കേണ്ടിരുന്ന ടൂർണമെൻറ്റാണ് പിന്നീട് ദുബായിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ടൂർണമെൻറ്റിൽ സമ്മർദ്ദങ്ങൾ, അതിനേക്കാളുപരി വിവാദങ്ങൾ. ഫസ്റ്റ് മാച്ചിൽ ഇന്ത്യ പാകിസ്ഥാൻ ഈ മാസം 14 തുടങ്ങിയ ആദ്യ മാച്ചിൽ തന്നെ ഹസ്താന വിവാദവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വരുന്നു. പൈങ്ക്രോഫ്റ്റിനെതിരെ പരാതി കൊടുക്കുന്നു പാകിസ്ഥാൻ, ആ പരാതി തള്ളുന്നു. ബഹിഷ്കരണ ഭീഷണി മുഴക്കുന്നു അവർ UAE-ക്കെതിരായ മത്സരത്തിൽ. ഒപ്പം തന്നെ ഇന്ത്യക്കെതിരായ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഒഴിവാക്കുന്നു. അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ. അതിനുശേഷം കളത്തിൽ അത്ര കണ്ട് നമ്മളത് കാണില്ല എന്ന് കരുതിയത് പോലും കാണിക്കുന്നു. പ്രത്യേകിച്ച് ഹാരിസ് റൌഫിനെ പോലെ വളരെ സീനിയറായിട്ടുള്ളൊരു താരം കാണിക്കുന്ന വിമാനം വെടിവെച്ചിരുന്ന ആക്ഷൻ കാണിക്കുന്നു. 6-0, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യയുടെ 6 യുദ്ധവിമാനങ്ങൾ തകർത്തിരുന്നു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. ആ അവകാശവാദം ന്യായീകരിക്കുന്ന തരത്തിൽ 6-0 എന്ന് ആംഗ്യം കാണിക്കുന്നു കാണികൾക്കെതിരെ. സാഹിബ് സാദ ഫർദാൻ AK-47 സെലിബ്രേഷൻ കാണിക്കുന്നു, ഒരു 50 അടിച്ചുകൊണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രകോപനപരമായ ഒരുപാട് കാര്യങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുണ്ട്. അതൊരു തരത്തിൽ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു പാകിസ്ഥാൻ്റെ ഒരു സാധനം കൂടിയാണ്. അത്ര കണ്ട് കാണിക്കാറുണ്ടായിരുന്നില്ല പാകിസ്ഥാന്, പക്ഷേ ഇപ്പോൾ അത് കാണിക്കുന്നു. ഇന്ത്യ പക്ഷേ വളരെ മയത്തിലെല്ലാം ഹാൻഡിൽ ചെയ്ത് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെ ചെയ്തോട്ട് ഞങ്ങൾ കളത്തിൽ ബാറ്റ് കൊണ്ട് കാണിക്കുമെന്നാണ് അഭിഷേക് ശർമ്മ എന്നെ മറുപടി നൽകിയത്. അത് പാകിസ്ഥാൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് കാണാൻ പറ്റുമോ, പ്രത്യേകിച്ച് ഫൈനൽ അടുത്തിരിക്കുന്ന സമയത്ത്? പാകിസ്ഥാനും ഇന്ത്യയും മത്സരങ്ങൾ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഹാൻഡ് ഷേക്ക് വിഭാഗം തൊട്ട് നമുക്ക് പറയാൻ തോന്നുന്നു. കാരണം ആക്ച്വലി ഹാൻഡ് ഷേക്ക് കൊടുക്കില്ല എന്ന് പറയുന്നതിനെ ഞാനൊരിക്കലും അംഗീകരിക്കുന്നില്ല. കാരണം ഒരു മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രാജ്യത്തെ 2 പ്ലേയേഴ്സ്, 2 ടീമുകളെ കളിക്കാരാണ്. അപ്പോൾ അത് കളി കഴിഞ്ഞാൽ ഹാൻഡ് ഷേക്ക് എന്നുള്ളത് ക്രിക്കറ്റിൻ്റെ പരമ്പരാഗതമായി ഇപ്പം ആഷസിലും എല്ലാ സ്ഥലത്തും ആ ഒരു ഹാൻഡ് ഷേക്ക് ഉണ്ടാവാറുണ്ട്. അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തും ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ശശി തരൂരിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് കാർഗിൽ യുദ്ധ സമയത്ത് പോലും നമ്മൾ ഹാൻഡ് ഷേക്ക് നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം ഇന്ത്യ അങ്ങനെയാണെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ഇപ്പോൾ ICC പോലും നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഭരണ സമിതിയാണ് BCCI. അവർക്ക് വേണമെങ്കിൽ ഈ തുടക്കം തന്നെ ഇങ്ങനെ ഈ ഷെഡ്യൂളിൽ തന്നെ ഇടപെട്ടിട്ട് ഇന്ത്യ പാക് മത്സരം മാറ്റിവെക്കാമായിരുന്നു. ഇങ്ങനൊരു മത്സരം നടത്തി അതിൻ്റെ ടിക്കറ്റ് വിറ്റു, അതിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും എടുത്തു, എന്നിട്ട് അതിനുശേഷം ഹാൻഡ് ഷേക്ക് പറ്റില്ല എന്നുള്ള എനിക്ക് അതൊരു നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നില്ല. പിന്നുള്ളത് ഈ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നോക്കുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഷോയിബ് അക്തറും സച്ചിനും തമ്മിലുള്ള റിവാൽറി, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ മിയാൻ ദാദിൻ്റെ തവളച്ചാട്ടം, അതൊക്കെ നമ്മൾ അങ്ങനെ വളരെ രീതിയിൽ ആഘോഷിച്ചതും അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം ലഭിച്ചൊരു സംഭവമായിരുന്നു. അപ്പം അഗ്രഷൻ എന്ന് പറയുമ്പം എപ്പോഴും ഉണ്ടാവാറുണ്ട്, ആ ഒരു സാധ്യതകൾ എപ്പോഴും തുറന്ന്. പക്ഷേ അത് താരങ്ങൾ തമ്മിൽ ഇപ്പോൾ ഷോയിബ് അക്തറും സച്ചിനും ഒരു മൊമെന്റ് കഴിഞ്ഞിട്ട് അവർ മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്, കൈയൊക്കെ കൊടുത്ത് പിരിയുന്നു, അവർ നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ പോകുന്നു. ഇത് കാണികൾക്ക് നേരെ പലതരത്തിലുള്ള ആക്ഷനൊക്കെ കാണിക്കുമ്പോൾ കാരണം പുറത്തെ രാഷ്ട്രീയം കളിക്കാരെയും ഒരു രാജ്യത്തെ 11 കളിക്കാരെന്ന് പറയുന്നത് അത് ആ രാജ്യത്തെ കൂടിയാണ് പ്രതിദാനം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കാണികൾക്കെതിരെയുള്ള പ്രകോപനപരമായ ആക്ഷനൊക്കെ ഇത് വരുത്തി വെച്ചതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. പാകിസ്ഥാൻ താരങ്ങൾ ഇന്ത്യക്ക് ആരാധകർക്ക് നേരെ പ്രകോപനപരമായ ആംഗ്യം കാണിക്കുകയോ ഈ രീതിയിൽ തോക്കെടുത്ത് വെടിവെക്കാൻ കാണിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. എല്ലാം സംഭവിച്ചത് ഇവിടെ വെച്ചാണ്. ആദ്യത്തെ ക്യാപ്റ്റൻ്റെ ഹസ്തദാന വിവാദം തുടങ്ങി വെച്ചത് ഇന്ത്യൻ കളിക്കാർ തന്നെയാണ്. ഇന്ത്യൻ കളിക്കാർക്ക് വേണമെങ്കിൽ ഈ മത്സരം ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ നടക്കേണ്ട മത്സരമാണ്, പാകിസ്ഥാൻ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റ് ആയതുകൊണ്ട് കൂടിയാണ് അത് മാറ്റിവെച്ചത്, വേദി മാറ്റിവെച്ചത്. ഇല്ലെങ്കിൽ പാകിസ്ഥാൻ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ കളിക്കാൻ ഞങ്ങൾ വരില്ല, കാരണം കഴിഞ്ഞ തവണ പാകിസ്ഥാൻ പോയി ഇന്ത്യ കളിച്ചിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ പോയിട്ട് പ്രകോപനം ഉണ്ടാക്കുന്നു. ആ ദിവസം ടോസ് ഇടാൻ നേരത്ത് ICCയുടെ ചട്ടങ്ങളിലൊന്നും പറയുന്നില്ല കളി കഴിഞ്ഞപ്പോഴോ കളിക്ക് മുമ്പോ ഹസ്തദാനം കൊടുക്കണമെന്ന് നിയമമല്ല. പക്ഷേ ഒരു ജെന്റിൽമാൻസ് ഗെയിം രീതിയിൽ അത് കാലങ്ങളായി പിന്തുടർന്നു വരുന്ന ഒരു കാര്യമാണത്. അതൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് തുടരുന്നു എന്നുള്ളതാണ്. അത് വേണമായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാനും. അവിടെ തുടങ്ങിയ കാര്യമാണ്. അതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ, പോസ്റ്റ് മാച്ച് വാർത്താ സമ്മേളനത്തിൽ വീണ്ടും അധിക്ഷേപിക്കുന്നു, ഞങ്ങൾക്ക് തുല്യരല്ല ഇവർ, റൈവൽറി എന്നൊക്കെ പറയണമെങ്കിൽ തന്നെ ഈക്വലായിട്ട് 7-8, 8-8 എന്നൊക്കെ നിൽക്കണം, പരാജയ കണക്ക് എന്ന് പറയുന്നത്. അത് സംഭവിക്കുന്നില്ല. ഇങ്ങനെ പറയുന്നതിൻ്റെ സ്വാഭാവികമായിട്ട് മറുഭാഗത്ത് എന്തെങ്കിലും ഒരു കാര്യം. ഓസ്ട്രേലിയക്കാരെ സംബന്ധിച്ച് ഒരു മത്സരം, ഒരു പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കാണാം അവർ വാക്പോരാട്ടമാണ് നടക്കുക. മാനസിക മുൻതൂക്കം നേടാനുള്ള ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കളത്തിൽ. പിന്നെ എന്ത് സംഭവിക്കുന്നുള്ളത് വേറത്തെ കാര്യം. പ്രകോപിപ്പിച്ച് വിക്കറ്റ് നേടുക എന്നൊക്കെയുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒന്നും പാകിസ്ഥാൻ കളിക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാരണം മുൻപ് എന്തായിരുന്നോ പാകിസ്ഥാനും ഇന്ത്യയും അതിൻ്റെ നേരെ മറിച്ചുള്ള സാഹചര്യമാണ് ഇപ്പോൾ. കാരണം മാനസികമായിട്ട് കളത്തിലിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് മുമ്പ് തോൽക്കുന്ന അവസ്ഥയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. അതായത് 90-കളിലും 2000-ൻ്റെ ആദ്യ 10 വർഷവും ഇന്ത്യ എത്രമാത്രം പാക് ടീമിനെ ഭയന്നിരുന്നോ. ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതായത് ജയിക്കുമെന്നുള്ള ഇപ്പോഴത്തെ പോലെ ഒരു വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നു ഒരു മത്സരത്തിന് മുമ്പും. ജയിച്ചാൽ ഭാഗ്യം എന്നുള്ള രീതിയിലായിരുന്നു നമ്മുടെ മത്സരത്തെ നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്ന കാര്യം. അപ്പോൾ മാനസിക മുൻതൂക്കം ഉണ്ടായിരുന്ന പാകിസ്ഥാൻ
ടീമും ഇന്ത്യയും പോലെ ഇപ്പോൾ നേരെ തിരിഞ്ഞാണ്. ഇന്ത്യക്കാണ് ആത്മവിശ്വാസം കൂടുതൽ. അപ്പോൾ അതിൻ്റെ ആത്മവിശ്വാസത്തിന് പരകോടിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അത്രയും അതിൻ്റെ ഉന്നതി നിന്നുകൊണ്ടാണ് ഈ സൂര്യകുമാർ യാദവ് ഈ തരത്തിലുള്ള ഡയലോഗൊക്കെ വിടുക. എന്തെങ്കിലും അവർക്ക് പ്രകോപനം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ അവർ പ്രതികരിക്കുന്നതാണ്. കാരണം കളത്തിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ ആ നിമിഷങ്ങളിൽ രാഷ്ട്രീയം ഇതിനകത്ത് കൃത്യമായിട്ട് ഗ്രൗണ്ടിലേക്ക് കൊണ്ട് അത് ആരാ തുടങ്ങി വെച്ചത്? അത് ഇന്ത്യൻ കളിക്കാരുടെ ഭാഗത്തു നിന്നാണ്. തൊട്ട് മുമ്പ് നടന്ന ലെജൻസ് ടൂർണമെൻറ്റിൽ ശിഖർ ധവാൻ ഉറച്ച ഒരു നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ടീമിനെതിരെ കളിക്കില്ല. അതായിരുന്നു നിലപാട്. സെമി ഫൈനലിൽ കളിക്കാൻ തയ്യാറായില്ല. കിരീടം നിലവിലെ ചാമ്പ്യന്മാരായിരുന്നു ഇന്ത്യ. എന്നിട്ട് ആ കിരീടം ഉപേക്ഷിച്ചാണ് അവർ പോകുന്നത്. 2 കളികൾ ഇന്ത്യ കളിക്കാൻ വിസമ്മതിച്ചു പാകിസ്ഥാനെതിരെ. ആ നിലപാട് വേണമെങ്കിൽ ഇന്ത്യക്ക് എടുക്കാമായിരുന്നു. അല്ലാതെ സ്പോർട്സിനെ എടുക്കാമായിരുന്നു. എന്തിനാണ് ഇന്ത്യ 8 തവണ ജയിച്ച ടൂർണമെൻറ്റാണ്. ഇത്തവണ ജയിച്ചില്ലെങ്കിലും കിരീടം നേടിയില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. അവർക്ക് കളിക്കാതിരിക്കാമായിരുന്നു. അതായിരുന്നു മാന്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ പ്രകോപിപ്പിച്ചു. ആ പ്രകോപനം അവരേറ്റെടുത്തു. പക്ഷേ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ തീവ്രമായിട്ടുള്ളൊരു ഫൈനൽ സാധ്യമായേക്കും. ഏകപക്ഷീയമായ ഒരു ഫൈനലിനപ്പുറത്തേക്ക് തീവ്രമായിട്ടുള്ളൊരു ഫൈനൽ സാധ്യമാക്കിയേക്കാം. ഇപ്പോൾ ഇന്ത്യയുടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയുടെ കഴിഞ്ഞ 2 മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോഴും പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോഴും പാകിസ്ഥാനാണ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ കഴിഞ്ഞ മത്സരം നമ്മൾ കണ്ട മത്സരമാണ്. അത് കഴിഞ്ഞ മത്സരം ഈ അഭിഷേക് ഔട്ടായ സമയത്ത് ഇവർ മത്സരത്തിലേക്ക് കൃത്യമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. സഞ്ജു സാംസൺ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. തിലക് വർമ്മ തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടു. അപ്പം മാത്രമല്ല ഷൈൻ ഷാ അഫ്രീദി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 2021 വേൾഡ് കപ്പിൽ വിരാട് കോഹ്ലിയെയും KL രാഹുൽ രോഹിത് ശർമ്മയൊക്കെ ഔട്ടാക്കി. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർഡം വലിയ രീതിയിൽ ശ്ലാഘിക്കപ്പെട്ടത്. അപ്പോൾ ഷൈൻ ഷാ അഫ്രീദി ഈ ടൂർണമെൻറ്റിൽ ഇതിന് മുമ്പത്തെ മത്സരങ്ങളിലൊന്നും ബോളിങ്ങിൽ വലിയ ഫോം ഉണ്ടായിരുന്നില്ല. പുള്ളി ബാറ്റിങ്ങിലായിരുന്നു. അതായത് നേരെ തിരിഞ്ഞിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ബാറ്റിങ്ങിൽ ഒരുപാട് വാലറ്റത്ത് കഴിഞ്ഞ മത്സരത്തിൽ 2 സിക്സ് അടിച്ചു. തീർച്ചയായിട്ടും വാലറ്റത്ത് ഇറങ്ങി സിക്സറുകൾ നേടുന്നു, ടീമിന് നിർണായകമായ ഒരു സ്കോറിലേക്ക് എത്തിക്കുന്നു. ആ ഒരു ലൈനിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ തന്നെ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണോ അതാണോ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ലക്ഷ്യം എന്നുള്ള രീതിയിലാണ് നമ്മൾ സംശയിച്ചിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ മത്സരങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം ബോളിങ്ങിൽ കഴിഞ്ഞ 3 വിക്കറ്റ് നേടുന്നു, 2 കളിയിലും മാൻ ഓഫ് ദി മാച്ച് നേടുന്നു. അപ്പോൾ തിരിച്ചു വന്നു എന്നുള്ള ലൈനിൽ നോക്കും. പിന്നെ ഹാരിസ് റൌഫ് ഇപ്പം 140ക്ക് മുകളിൽ സ്ഥിരമായിട്ട് എറിയുന്നു. മാത്രമല്ല അദ്ദേഹം പരിക്കുണ്ടെങ്കിൽ പോലും അതൊക്കെ വിട്ടിട്ട് ഞാൻ ജയിക്കണം, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിലൊരു വർദ്ധിത വീര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടങ്ങൾ ആവശ്യകരമാകുന്നു എന്നുള്ളതിന് പഴയ എത്രയോ ഇൻസിഡൻസ് നമുക്ക് മുന്നിലുണ്ട്. ഇപ്പം ഷൈൻ ഷാ അഫ്രീദിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഇവർക്ക് അതിന് മുന്നേ ഉണ്ടായിരുന്ന സൂപ്പർ താരം എന്ന് പറയുന്നത് ഷോയബ് അക്തറാണല്ലോ. ഷോയബ് അക്തർ എങ്ങനെയാണ് സൂപ്പർ താരമായത്? ഷോയബ് അക്തർ സൂപ്പർ താരമാക്കിയത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. കാരണം ചെന്നൈ കൊൽക്കത്ത ടെസ്റ്റിൽ സച്ചിൻ്റെ കരിയറിൽ ആദ്യമായി, എത്രയോ വർഷം നീളുന്ന കരിയറിൽ ആദ്യമായി ഗോൾഡൻ ഡക്കാവുന്ന ആയി മാറുന്ന, അതായത് നേരിട്ട് ആദ്യ പന്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ ബൗൾഡായി പുറത്താകുന്നു. അതാണ് സാധ്യമായത്. ദ്രാവിഡിനെ സച്ചിനെ പുറത്തു. ആ ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് ഷോയബ് അക്തർ പറഞ്ഞൊരു ഭയങ്കര രസകരമായിട്ടുള്ള അനുഭവമുണ്ട്. അതായത് ആ മത്സരത്തിൽ ദ്രാവിഡ് മടങ്ങുമ്പോൾ സച്ചിൻ വരികയാണ്, കളത്തിലേക്ക് വരികയാണ്. സച്ചിൻ ഏറെ സമയം എടുക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം പുള്ളി വളരെ സാവധാനത്തിലാണ് വരുന്നു, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള സമയമെടുക്കുന്നു, ഗാർഡ് എടുക്കുന്നു, തയ്യാറാകുന്നു, കാത്തു നിന്ന് ഇയാൾ തിരിഞ്ഞ് നടക്കുന്നു, ബൗൾ ചെയ്യാൻ പോകുന്നു. ഇതിനിടയിൽ ഒരു സംഭാഷണം നടക്കുന്നുണ്ട് സക്ലൈൻ മുഷ്താഖുമായിട്ട്. ആരാകും സച്ചിൻ്റെ വിക്കറ്റ് എടുക്കുക എന്നുള്ളത് ചൊല്ലി. ഞാനെടുക്കുമെന്ന് സക്ലൈൻ മുഷ്താഖ് പറയുന്നു, ഇല്ല ഞാനെടുക്കുമെന്ന് ഷോയബ് അക്തർ പറയുന്നു. അപ്പോൾ ഇതിനിടയിൽ ഈ ആരവം കാരണം കേൾക്കാൻ പറ്റുന്നില്ല. എന്താ കമ്മ്യൂണിക്കേഷൻ, ക്യാപ്റ്റൻ പറയുന്നതും ആ താരങ്ങൾ പറയുന്നതും കേൾക്കാൻ പറ്റുന്നില്ല. അവസാനം വസീം അക്രം പറഞ്ഞ് ആംഗ്യത്തിലൂടെ കാണിക്കാൻ പോകുമ്പം ഷോയബ് അക്തർ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ആംഗ്യത്തിലൂടെ പറയേണ്ട, ഇത് കാര്യം മനസ്സിലാവും. വസീം അക്രം ആവശ്യപ്പെട്ടൊരു കാര്യം സ്റ്റമ്പിലേക്ക് റിവേഴ്സിങ് എറിയുക എന്നുള്ളതാണ്. സ്റ്റമ്പിൽ കൊള്ളണം, റിവേഴ്സ് ചെയ്യുന്ന പന്ത് സ്റ്റമ്പിൽ കൊള്ളുന്ന രീതിയിലേക്ക് എറിയുക എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമാണ് അയാൾ സാധ്യമാക്കിയതും. അങ്ങനെയാണ് ആ ബോളോട് കൂടിയാണ് സത്യത്തിൽ അതിനു മുമ്പ് 2 മത്സരങ്ങളിൽ സച്ചിൻ ടെണ്ടുൽക്കർ സെഞ്ചുറി അടിച്ച് വന്ന മത്സരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പന്തിലാണ് അങ്ങനെ ഒരു സൂപ്പർ താരം പിറക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് വസീം അക്രം, വഖാർ യൂനിസ്, ഷോയബ് അക്തറിനൊക്കെ ശേഷം ഇതിനിടയ്ക്ക് മുഹമ്മദ് ആബർ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ സൂപ്പർ ലെവലിലേക്ക് എത്തില്ല. അതിനുശേഷം പാകിസ്ഥാൻ സൃഷ്ടിച്ചിട്ടുള്ള സൂപ്പർ താരമായിട്ടുള്ള ഫാസ്റ്റ് ബൗളറാണ് ഷൈൻ ഷാ അഫ്രീദി. ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിന് വാശി കൂടുതൽ നിറയ്ക്കുകയാണെങ്കിൽ ഈ ഏഷ്യ കപ്പോടുകൂടി അദ്ദേഹം ഒരു സൂപ്പർ താരമായി വീണ്ടും മാറാനുള്ള സാധ്യത അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അത്രയും പറഞ്ഞത്. അഭിഷേക് ഫോമായ ഫീൽഡ് ഔട്ട് ആയ താരം വീണ്ടും ഫീൽഡ് ഔട്ട് ആവും അല്ലേ? അഭിഷേക് അത് അതിലേക്ക് നമ്മൾ കിടക്കാം. കാരണം ഈ നമ്മളെപ്പോഴും അഭിഷേകിനെ പറയുന്നു. ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ ഏറെക്കുറെ ഭൂരിഭാഗം സ്കോറും അഭിഷേക് തന്നെയാണ് നേടുന്നത്. പവർ പ്ലേയിൽ മികച്ചൊരു തുടക്കം ഇന്ത്യക്ക് നൽകുന്നു. 8 നമ്മൾ ഏഷ്യ കപ്പിന് മുമ്പേ നമ്മൾ പറഞ്ഞത് 8 ബാറ്റർമാരുണ്ട് നമുക്ക് നല്ല സ്കോർ ഉണ്ടാക്കാൻ കഴിയുന്നൊക്കെയാണ്. പക്ഷേ ഒരു അഭിഷേകിനെ മാത്രം കേന്ദ്രീകരിച്ചാണ് ഇന്ത്യൻ ഇന്നിങ്സ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല അത്തരം സാഹചര്യങ്ങളിൽ പോലും വലിയ പരീക്ഷണങ്ങൾക്ക് ഇന്ത്യ ധൈര്യപ്പെടുന്നു എന്നുള്ളതും വേറെ ചോദ്യചിഹ്നമാണ്. ഇതിൽ ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ അഭിഷേകാണ് 200-ന് മുകളിൽ റൺസ് നേടിയ താരം.
അതിനുശേഷം ഇന്ത്യക്ക് വേണ്ടിയിട്ട് കൂടുതൽ റൺസ് നേടിയത് 111 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലാണ്. അതിനുശേഷം ഒരാൾ പോലും 100 കടന്നിട്ടില്ല. അതായത് പുകയ്പ്പറ്റ ബാറ്റിംഗ് നിരയാണ്. മിസ്റ്റർ 360 എന്നറിയപ്പെടുന്ന സൂര്യകുമാർ യാദവ് അല്ലേ, പല മത്സരങ്ങളും അദ്ദേഹം പരാജയപ്പെട്ടു. പോരാട്ടം നാക്കുണ്ടായിരുന്നു തവണ. അതെ, അഭിഷേകിനും സഞ്ജുവിനും മാത്രമേ 50 ഉള്ളൂ. അതെ. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ അഭിഷേകിനെ കൂടുതൽ ആശ്രയിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ അഭിഷേകിന് ഈ ഒരു ഫൈനലിലേക്ക് വരുമ്പോൾ അഭിഷേകിന് തുടക്കത്തിലെ പുറത്താക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു ത്രെട്ടാണ് ശരിക്കും. അത് തന്നെയാണ് ഇന്ത്യ നേരിടാൻ പോകുന്ന വെല്ലുവിളി. ആദ്യം അഭിഷേകിനെ നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് ഗെയിം പ്ലാൻ ബി, എന്ത് സി, എന്ത് തിരിച്ച് ഫോമിലേക്ക് എത്തണം. അതാണ് ഫോമിലേക്ക് എത്തണം പ്രധാനപ്പെട്ട കാര്യം. സൂര്യം തിലേക്കും പിന്നെ ഈ ബാറ്റിംഗ് ഓർഡറിലെ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒരു കറക്റ്റ് പൊസിഷൻ കൊടുക്കണം എന്നുള്ളതും. പക്ഷേ അപ്പോഴും ചോദ്യമാണ്, ഇത്രയും നാൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇരുന്ന ഒരാൾ നിർണായകമായിട്ടൊരു ഫൈനൽ മത്സരത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താകും? ഗംഭീർ കോച്ചായതിനു ശേഷം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഗംഭീർ ഇതേപോലത്തെ പരീക്ഷണങ്ങളുടെ ഒരു ആശാനാണ്. പലപ്പോഴും ടീമിലെ താരങ്ങളുടെ മെയിൻലി ഓപ്പണേഴ്സിനെ മാറ്റുന്നു, മറ്റ് ആൾക്കാരെയൊക്കെ മാറ്റുന്നു. ഗംഭീർ ഈ ടീമിന് പരീക്ഷണങ്ങൾ നടത്തി എല്ലാവർക്കും അവസരം കിട്ടണം. നമ്മളിപ്പം ആ ലൈനിലേക്കാണോ പോകുന്നത് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ പരീക്ഷണങ്ങൾ ചിലപ്പം ഹിറ്റാവും, ചിലപ്പം പൊളിയും എന്നുള്ളൊരു ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമില്ല എന്നുള്ളതാണ്. വേൾഡ് കപ്പാണല്ലോ പ്രധാനം. അടുത്ത ഫെബ്രുവരിയിലാണ് അടുത്ത T20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. 5 മാസമേ ഉള്ളൂ. അപ്പോൾ ഈ ഓരോ മത്സരത്തിലും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട്, അതായത് കലണ്ടർ വർഷം T20 3 സെഞ്ചുറി അടിച്ച ടീമിലെ താരങ്ങളുടെ ഒരു ഭയങ്കരമായിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് സഞ്ജു സാംസണൊക്കെ അന്ന് വളരെ ക്ലോസ് ആയിട്ട് സഞ്ജുവിനെ കാണിക്കുന്നുണ്ടായിരുന്നു 7ാമത്തെ വിക്കറ്റ് പോകുമ്പോഴും. അപ്പോൾ പോലും സഞ്ജുവിനെ ഇറക്കുന്നില്ല. അത് നമുക്ക് കുറച്ചധികം സ്നേഹം ഉണ്ടാകും, കാരണം മലയാളി ആയതുകൊണ്ടുള്ള ഇഷ്ടം കൂടി ഉണ്ടാകും. പക്ഷേ സഞ്ജു എപ്പോഴും ഒരു ഓപ്പണറാണ് അദ്ദേഹം. പക്ഷേ ഗില്ല് കൂടി വൈസ് ക്യാപ്റ്റനും കൂടി ആയ ഗില്ല് വന്നതോടുകൂടി ഓപ്പണിംഗ് സ്ലോട്ട് പോയി. വൺ ഡൗൺ ശരിക്കും ഡിസേർവ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് സഞ്ജു. ഞാനൊരു പ്രവചനം നടത്തട്ടെ, ചിലപ്പം ക്രൂരമായിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ ഒരു പരമ്പരയ്ക്ക് ശേഷം സഞ്ജുവിന് ടീമിൽ നിന്ന് അവസരം പോകാനുള്ള സാധ്യത വളരെ ഉണ്ടാവില്ല. വൈഭവ് സൂര്യവംശി എന്നുള്ള ഒരു പുതിയ താരം, അദ്ദേഹം രാജസ്ഥാൻ സഞ്ജുവിൻ്റെ കൂടെ കളിക്കുന്ന താരമാണ്. അദ്ദേഹം ഇതേപോലെ തന്നെ അഭിഷേക് ശർമ്മ എങ്ങനെയാണോ അടിക്കുന്നത്, അല്ലെങ്കിൽ യശസ്വി ജയ്സ്വാളൊക്കെ അടിക്കുന്നത് എങ്ങനെയാണോ ആ ലൈനിൽ റൺസുകൾ ഇങ്ങനെ വാരിക്കൂട്ടുകയാണ്. അപ്പോൾ വൈഭവിനെ ടീമിൽ പ്രോപ്പർ ഹിറ്റാണ്. യൂത്ത് മികച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈഭവിനെ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു സംഭവം വരികയാണ്. വൈഭവ് ഓപ്പണറാണ്. അപ്പോൾ സഞ്ജുവിനുള്ള ഇപ്പം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ സഞ്ജുവിൻ്റെ കഴിഞ്ഞ ഇന്നിങ്സ് അദ്ദേഹം വളരെ സ്ലോയിൽ കളിച്ച സമയത്ത് KL രാഹുലിനെ തിരിച്ചു കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഋഷഭ് പന്ത് ഋഷഭ് പന്തിൻ്റെ പരിക്കൊന്ന് മാറിയാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള ഇതുണ്ട്. അപ്പം വൈഭവിനെ ടീമിൽ എടുക്കുന്നതോട് കൂടിയിട്ട് സഞ്ജുവിന് പഴയതുപോലെ, അതായത് ഇവർ കൃത്യമായിട്ട് ഗില്ലായിരിക്കും ഓപ്പണർ ഇനിയുള്ള മത്സരങ്ങളിൽ 3 ഫോർമാറ്റിലും ഗില്ല് ഓപ്പണർ എന്നുള്ള അപ്പം സഞ്ജുവിന് ഇതിന് ശേഷം അവസരം, അതായത് ടീമിലേക്ക് എടുക്കുമോ എന്നുള്ളത് പോലും ടീമിൽ സെലക്ഷൻ സഞ്ജുവിന് കൊടുത്തിട്ടുള്ള ഒരു വാഗ്ദാനം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സഞ്ജുവിനെ എങ്ങനെ കൊണ്ടുവന്നു, എങ്ങനെയാണ് 20 മത്സരത്തിലോളം നീ 0-ന് പുറത്തായാലും നീ ഓപ്പണറായാലും എൻ്റെ ടീമിൽ കളിക്കുമെന്നാണ് സഞ്ജുവിന് കൊടുത്തിരുന്ന വാഗ്ദാനം. ഗംഭീറും സൂര്യകുമാർ യാദവും ഈ വിമർശിക്കുന്നവരൊന്നും അക്കാര്യങ്ങളൊക്കെ മറന്നുപോവുകയാണ്. തീർച്ചയായിട്ടും സഞ്ജുവിന് കൊടുക്കാവുന്ന അവസരം കൊടുത്തു. പരാജയപ്പെട്ടതിന് ശേഷവും സഞ്ജുവിന് അവസരം കൊടുത്തു. അദ്ദേഹം കളിച്ചില്ല എന്ന് പറയുന്നില്ല, കളിച്ചു. പക്ഷേ നിർണായകമായിട്ടുള്ള ടൂർണമെൻറ്റ് വരുമ്പം എന്താണ് ബാറ്റിംഗ് ഓർഡർ പരിഷ്കരിക്കാനും ടീമിൽ ആറ് ഉൾപ്പെടുത്തണമെന്നൊക്കെയുള്ള അന്തിമ തീരുമാനം കോച്ചിനും ക്യാപ്റ്റനും തന്നെയാണ്. അവരുടെ തീരുമാനം അനുസരിച്ച് എന്തായാലും പറ്റും. സഞ്ജു എങ്ങനെ ഓപ്പണറായി എന്നതിൻ്റെ മറുവശമാണ് സഞ്ജു എന്തുകൊണ്ട് 8ാമനായി മാറി എന്നുള്ളതും ഒരു നാണയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും തന്നെയാണ്. രണ്ടാമതൊരു കാര്യം, സഞ്ജുവിനെ മാത്രം നമ്മളിങ്ങനെ പറയും, നമ്മൾ മലയാളി ഇതുകൊണ്ട് സ്നേഹം കൊണ്ട് പറയുമ്പോഴും റിങ്കു സിംഗിനെ പോലെ ഒരു താരം അവിടെ അദ്ദേഹത്തിനൊപ്പം ഡഗ്ഔട്ടിലിരിക്കുന്നു എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ ഒരു താരം കൂടി ഈ ടീമിൻ്റെ അന്തിമ ഫൈനൽ 11-ൽ ഇടം പിടിക്കാൻ കഴിയാതെ പുറത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സഞ്ജുവിനോട് മാത്രമാണോ അവഗണന എന്നൊരു കാര്യം ഉന്നയിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനമായ പ്രസക്തമായ ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ടൂർണമെൻറ്റ് കഴിയുമ്പോൾ സഞ്ജുവിൻ്റെ സ്ഥാനം എവിടെയാകും എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പറയുന്ന രീതിയിലാണെങ്കിൽ അടുത്ത 2020 ലോകകപ്പ് നടക്കാൻ പോകുന്ന ഫെബ്രുവരിയിൽ ഈ 5 മാസം വൈഭവ് പുതിയൊരു എൻട്രി ആയിട്ട് വരുന്നു. മാത്രമല്ല സഞ്ജുവിന് വേൾഡ് കപ്പിലേക്ക് ഒരു സ്ലോട്ട് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഏഷ്യ കപ്പ് ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തി, സഞ്ജുവിന് ആദ്യ മത്സരത്തിൽ തന്നെ കളിപ്പിച്ചപ്പോൾ ആദ്യം ടീമിൽ ഉൾപ്പെടുത്തിയാലും ഒരുപാട് ടൂർ സഞ്ജു പോയിട്ടുണ്ടല്ലോ, കളിപ്പിക്കുമോ എന്നുള്ളതായിരുന്നു പ്രധാനം. പ്ലേയിങ് ലെവലിൽ വന്നപ്പോൾ ആ ഒരു വേൾഡ് കപ്പ് ഡ്രീമിലേക്ക്, വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് സഞ്ജു ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. പക്ഷേ ഈ പറഞ്ഞ പോലെ പല രീതിയിലും, അതായത് അനുവട്ടം പറഞ്ഞാൽ ചെറിയൊരു വിയോജിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കളിക്കാരിൽ നിന്ന് സഞ്ജുവിന് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജുവിനെ ഒരു തരത്തിൽ പോലും പ്രോപ്പറായിട്ടൊരു പൊസിഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത്. ബാക്കിയുള്ളവർക്ക് ചില മത്സരത്തിൽ മാറ്റി നിർത്തി കഴിഞ്ഞാലും അതേ പൊസിഷനിൽ അവരെ കളിപ്പിക്കുന്നുണ്ട്. സഞ്ജു ഓപ്പണറായിട്ട് കളിക്കുന്നുണ്ട്. അത് എല്ലാം ഒരു കലണ്ടർ വർഷം, പല വർഷങ്ങളിലല്ല നടക്കുന്നത്. ഒരേ കലണ്ടർ വർഷം തന്നെ അദ്ദേഹം ഓപ്പണറായി കളിക്കുന്നുണ്ട്, 1 ഡൗൺ കളിക്കുന്നുണ്ട്, 3ാമനാവുന്നുണ്ട്, 4ാമനാവുന്നുണ്ട്,
8-ാമനും ആവുന്നുണ്ട്. അതിന് രസകരമായിട്ടുള്ള മറുപടി സഞ്ജു തന്നെ നൽകിയും കഴിഞ്ഞിട്ടുണ്ട്. മോഹൻലാലിനെ മോഹൻലാലിനെ വെച്ചിട്ട് വേണമെങ്കിൽ നായകനാകാം, വില്ലനാകാം, ജോക്കറാകാം, എന്ത് വേണമെങ്കിലും ആകാം, ഞാൻ വേണമെങ്കിൽ വെള്ളം കൊണ്ടു കൊടുക്കാനും തയ്യാറാണ് എന്നുള്ളൊരു കാര്യം സഞ്ജു പക്ഷെ അപ്പോഴും ഉള്ളിൽ പറയുന്നുണ്ടാകും, എന്നെ കളിപ്പിക്കൂ പ്ലീസ് എന്നുള്ളതാണ്. അതാണ് അല്ല, അതിപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരം ഇപ്പം ബംഗ്ലാദേശിനെതിരെ നോക്കുമ്പോൾ പുള്ളി സെഞ്ചുറി അടിച്ചിരുന്നു. ബംഗ്ലാദേശിനെ തൊട്ട് മുന്നത്തെ മത്സരത്തിൽ ഒരു ഓവറിൽ 5 6 അടിച്ചിരുന്നു ബംഗ്ലാദേശിനെതിരെ. നല്ല ടച്ചൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ സഞ്ജുവിനെ ഒരു മാറ്റി നിർത്തുമ്പോൾ ഒരു വിഷമം. അത് ഒരു മലയാളി എന്നുള്ള ഒരു വിഷമം മാത്രമായിട്ടാണ് നമുക്ക് പറയാം. പ്രൊഫഷണലി എടുക്കുമ്പോൾ അതിൻ്റെ യാതൊരു മലയാളി എന്നോ ബംഗാളി എന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ടീമിൽ ആര് കളിക്കുന്നു എന്നുള്ളതാണ് ടീം ക്യാപ്റ്റനും തോന്നുന്ന കാര്യം എന്നുള്ളതാണ്. അല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം ജയേഷ് പറഞ്ഞൊരു സംഭവമാണ്. അതായത് കൃത്യമായൊരു പൊസിഷൻ കൊടുക്കുന്നില്ല. ഒരു കളിയിൽ ഓപ്പണറായിട്ട് ഇറക്കുന്നു, ഒരു കളിയിൽ 5. ഏറ്റവും പ്രധാനം ആദ്യത്തെ കളിയിൽ ഇവർ പറഞ്ഞ കുറേ ന്യായീകരണങ്ങളുണ്ട്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു സംഭവമേ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷൻ ഒന്നും ഇല്ല. അതിന് ഫസ്റ്റ് ഈ ലെഫ്റ്റ് ഹാൻഡർ ഔട്ടായപ്പം വരുന്നത് ശുഭ്മാൻ ഗിൽ ഔട്ടായപ്പോൾ വരുന്നത് ശിവൻ ദൂബെയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ തീർച്ചയായും വരേണ്ടതൊരു റൈറ്റ് ഹാൻഡർ ആയിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? അപ്പോൾ സഞ്ജു ഗംഭീറിൻ്റെ ഇപ്പോൾ 2019 ഗംഭീർ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാറ്റർ, വിക്കറ്റ് കീപ്പർ, ബാറ്റ്സ്മാൻ സഞ്ജു സാംസൺ ആണ്, ആരോട് വേണമെങ്കിലും ഞാൻ ബെറ്റ് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീർ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതുപോലെ ഒരു ഡിപ്ലോമാറ്റിക് പരിപാടിയാണ്. കാരണം ഗംഭീർ കോച്ചായതിനു ശേഷം ഗംഭീർ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിന്തുണ ഉണ്ടാവും, പക്ഷേ കൃത്യമായൊരു പൊസിഷൻ നൽകി ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷൻ പറയുമ്പോഴേ അത് അതിനകത്ത് വിയോജിപ്പ് തന്നെ ഉണ്ട്. അത് എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ള കാര്യം ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ട് എന്ന് പറയുന്നത് 2 ലെഫ്റ്റ് ഹാൻഡേഴ്സ് കൂട്ടുകെട്ടായിരുന്നു. പാകിസ്ഥാന്റെ തന്നെ ആമിർ സൊഹൈലും സയ്യിദ് അൻവറും. അപ്പോൾ ഓസ്ട്രേലിയയുടെ ഗില്ലും മാത്യു ഹെയ്ഡൻ കൂട്ടുകെട്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അതൊന്നും കാര്യം ഉണ്ടാവില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതൊക്കെ ഓപ്ഷൻസ് മാത്രമാണ്. ഇത് പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കളിക്കുന്നവർ കളിക്കട്ടെ എന്നുള്ളതാണ്. ഉറപ്പായിട്ടും. അപ്പോൾ ഇനി നമുക്ക് മത്സരത്തിലേക്ക് വരുമ്പോൾ ഫൈനൽ അത് അടുത്ത് കഴിഞ്ഞു. ഒരു പ്രവചനത്തിന് മുതിരുന്നുണ്ടോ? പ്രവചനം ഞാൻ പറയുന്ന ഒരു തീവ്രമായിട്ടുള്ള ഫൈനൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യ ജയിക്കാൻ ഒരു 95% ഇന്ത്യൻ ടീം തന്നെ ജയിക്കാനാണ് സാധ്യത. 9ാമത്തെ കപ്പ് എടുക്കാനാണ് സാധ്യത. മറ്റൊന്നുമില്ല. നേരെ മറിച്ച് ഒരു 5% സാധ്യത പാകിസ്ഥാന് കൽപ്പിക്കേണ്ടി വരും. കാരണം അതൊരു ഒരു ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റ് ഫൈനൽ കളിക്കുന്ന ഒരു ടീമാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അവരെ അങ്ങനെ എഴുതി തള്ളരുത്. ഏത് മത്സരത്തിൽ ഏത് ടീമിനും അവസരമുണ്ട്. ഞാനൊരു 80-20 എന്നുള്ള ലൈനിലേക്ക് പിടിക്കുകയാണ്. കാരണം ഒരു കഴിഞ്ഞ മത്സരങ്ങൾ നോക്കുമ്പോൾ അവർ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. അതായത് ബോളേഴ്സും മറ്റൊക്കെ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പം അഭിഷേക് ശർമ്മ നേരത്തെ ഔട്ടാകുകയാണെങ്കിൽ ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ പാകിസ്ഥാൻ. അപ്പം ഒരു 80-20 എന്നുള്ള ലൈനിൽ പിടിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു സാധ്യത കുറച്ചും കൂടി കൂട്ടുന്നുണ്ട്. 60-40 പിടിക്കുന്നത്. കാരണം ഇന്ത്യ കഴിഞ്ഞ 2 മത്സരങ്ങൾ വളരെ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ബംഗ്ലാദേശിനെതിരെ ആണെങ്കിൽ പോലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ചെയ്യുന്നു. പാകിസ്ഥാൻ അത്രയും നാണം കെടുത്തിയ ഒരു ടൂർണമെന്റ് വേറെ ഇല്ല. ഈ മാച്ച് റെഫറി മാറ്റണം എന്ന് പറയുന്നത് പറ്റില്ല എന്ന് പറയില്ല. ഞങ്ങൾ ഇന്ന് കളിക്കില്ല എന്ന് പറയും, വന്നിട്ട് കളിച്ചിട്ട് പൊക്കോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. മാച്ച് റെഫറി മാറ്റണം എന്ന് പറഞ്ഞ് അതേ പൈൻക്രോഫ്റ്റിനെ തന്നെ അവരുടെ എല്ലാ മത്സരത്തിലും പാകിസ്ഥാൻ ഈ കിരീടം എടുക്കുന്നെങ്കിൽ അതിന് പ്രധാന കാരണവും ഇതൊക്കെ തന്നെ ആയിരിക്കും. അതിനപ്പുറത്തേക്ക് ട്രോളുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും പാകിസ്ഥാനെ തോൽപ്പിക്കുക എന്നുള്ളത്. ആദ്യത്തെ ഞായറാഴ്ച, പിന്നത്തെ ഞായറാഴ്ച സൂപ്പർ 4 തോൽപ്പിച്ചു. ഒരു ഫൈനൽ വരുന്നത് ഞായറാഴ്ചയാണ്. എല്ലാ ഞായറാഴ്ചയും ഇന്ത്യയുടെ വേട്ടമൃഗം എന്നൊക്കെയുള്ള രീതിയിലുള്ള ട്രോളും മറ്റൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഊർജ്ജമായിട്ട് എടുത്തു കഴിഞ്ഞാൽ 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ഈ പറയുന്നവർ ഓർത്തിരിക്കണം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സെയിം ഫക്കർ സമാൻ ഇപ്പോൾ അവരുടെ ഓപ്പണറാണ്. അപ്പോൾ അതും ഒരു ഇതാണ്. പിന്നെ സൈം അയ്യൂബിന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രോൾ അയ്യൂബിന്റെ കാര്യം 4 ബൗളിംഗിൽ. പക്ഷെ അദ്ദേഹം ബൗളിംഗിൽ നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. അല്ല, അവസാന മത്സരം കളിക്കുകയും ചെയ്തു. കഴിഞ്ഞ മത്സരത്തിലും ഡെക്കനാണ് പുറത്തായത്. അതിന് മുമ്പ് ഒരു 21 സംതിങ്. പക്ഷേ ആ 21 മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും പ്രധാന കാര്യം. അത് പ്രധാനമായിട്ടും ഫൈനലിലേക്ക് ഒരു പക്ഷേ അദ്ദേഹം ഫോമിലേക്ക് എത്തുമോ എന്നുള്ളതും ഒരു ചിന്താ വിഷയമാണ്. ഫൈനലൊപ്പം തന്നെ ഷൈൻ ഷാഫ്രീദിയെ നമ്മൾ എഴുതി തള്ളി ഷൈൻ ഷാഫ്രീദിയെയും ഫൈനലിലേക്ക് ഒരു നോട്ടം നോക്കേണ്ടി വരുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് MSK അനുവേട്ടൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ അഭിഷേകിൻ്റെ വിക്കറ്റ് തന്നെയായിരിക്കും ക്രൂഷ്യലാവാൻ പോകുന്നത്. പവർ പ്ലേ അഭിഷേക് ഒരു 6 ഓവർ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 70+, 80+ ഒക്കെ സ്കോർ സിമ്പിളായിട്ട് വരും. അഭിഷേകിൻ്റെ പെർഫോമൻസ് ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ പ്രകടനം. കാരണം നിലവിൽ ആരും ബാക്കിയുള്ള ഒരു ബാറ്റർമാർ പോലും 8 ബാറ്റർമാർ 8 താരങ്ങൾ നമുക്ക് ബാറ്റിംഗ് നിലയിലുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആരും തിളങ്ങുന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. പ്രധാനമായിട്ടും സ്പിന്നേഴ്സിൻ്റെ മിഡിൽ ഓവേഴ്സിലെ സ്പിന്നേഴ്സിൻ്റെ പ്രകടനമാണ് ഈ ടൂർണമെന്റിൽ മൊത്തത്തിൽ ഇന്ത്യയുടെ ജയത്തിന് ഏറ്റവും പ്രധാന കാരണം. കുൽദീപ് തന്നെയാണ് എക്സ്പെക്ടഡ് ആവുന്നത്. കുൽദീപും മറ്റ് വരുൺ ചക്രവർത്തിയൊക്കെ നന്നായിട്ട് പന്തെറിയുന്നുണ്ട്. പക്ഷേ നേരത്തെ ജയേഷ് പറഞ്ഞ പോലെ ഒരുപാട് ക്യാച്ചസ് മിസ് ചെയ്യാണ്.
അതും ഫൈനലിലേക്ക് വരികയാണെങ്കിൽ ആ ക്യാച്ചസ് തീർച്ചയായിട്ടും ഒരു മത്സര ഫലത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ക്യാച്ചസ്. ഈ ഫൈനൽ നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ഈ സ്പിന്നർമാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ICC അവസാനത്തെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പോലെ കുൽദീപ് യാദവിനും വരുൺ ചക്രവർത്തിക്കും നിർണായക റോളുണ്ട്. അവർ കളിച്ച് പരിചയിച്ച പിച്ചായതുകൊണ്ട് കൂടി തന്നെ ദുബായിൽ ഒരു നിർണായക റോള് ഫൈനലിൽ അവർക്കുണ്ടാകും തന്നെയാണ് നമ്മൾ പ്രതീക്ഷ. പക്ഷേ അപ്പോഴത്തെ ബുംറ ഒരു നിർണായക ഘടകം തന്നെയാണ്. എന്തായാലും ഈ മൂന്ന് ബൗളർമാരിൽ നിൽക്കുകയാണ് ഇന്ത്യയുടെ സാധ്യതകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഈ അഭിഷേക് പരാജയപ്പെടുകയും ഒരുപക്ഷേ ഇന്ത്യ ഒരു ചെറിയ സ്കോറിലേക്ക് പോവുകയും ചെയ്താൽ ബൗളർമാരിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഈ 3 പേർക്ക് നിർണായക റോളുണ്ട്. ഉറപ്പായിട്ടും എന്തായാലും ഒരു തീപാർന്ന പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇത്രയധികം വിവാദങ്ങളും മറ്റുമൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്തായാലും ടാക്ടിക്സ് അവസാനിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് നന്ദി.